നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിഅമതാനി അളീമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അധിക ആളുകളും മറന്നുപോകാറുള്ള അനുഗ്രഹങ്ങളാണ്. അധിക ജനങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവുള്ള സമയമാണെന്നും ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് അസ്സിഹ്ഹത്തു, ആരോഗ്യമാണ്. ആരോഗ്യമുള്ള സമയം. ഈ സദസ്സിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികൾ, സഹോദരിമാരുണ്ട്. ഏറ്റവും ആരോഗ്യം അല്ലാഹു നൽകിയിരിക്കുന്ന സമയമാണിത്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ മറ്റേതെങ്കിലും രോഗങ്ങളോ വെരിക്കോസ് വെയിനോ യൂട്രസിൽ മുഴയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും അസ്ഥികൾക്ക് തേയ്മാനമോ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നതിന് മുമ്പോ നാവിന്റെ സംസാര വിഭവം കുറയുന്നതിന് മുമ്പോ ഏതെങ്കിലും ഒരു ഭാഗം സ്ട്രോക്ക് വന്ന് തളർച്ച വരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ആരോഗ്യ സമയത്തെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലാതെ വെറുതെ ഇങ്ങനെ കളിച്ചു തിരിച്ചു പോകും. പിന്നെ പ്രായാധിക്യം കൊണ്ട് പ്രയാസമാണ്. ഒന്ന് റുക്കൂഅ് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല, നടുവ് കറക്റ്റായിട്ട് വളയുന്നില്ല, സുജൂദ് ചെയ്യാൻ സാധിക്കുന്നില്ല, കസേരയിൽ നിസ്കരിക്കേണ്ട അവസ്ഥ. അപ്പോഴാണ് നിന്ന് നിസ്കരിക്കാൻ വഴിയുന്ന കാലഘട്ടത്തിൽ നീ അലസത വെച്ചതിനെ പറ്റി നീ ചിന്തിക്കുക. ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് പള്ളിയിലേക്ക് പോകാം, ജമാഅത്തിന് പോകാം, ഓടിപ്പോകാം, ചാടിപ്പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. എന്നിട്ടും പള്ളിയിൽ പോകുന്നില്ല. പിന്നീട് ഒരിക്കലും പള്ളിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് കട്ടിലിന്മേൽ കടന്ന് ശയ്യാവലംബിയായി നിലകൊള്ളുമ്പോഴാണ് ഇപ്പം മനസ്സുകൊണ്ട് പറയുന്നത്, എനിക്ക് പള്ളിയിൽ പോയാൽ കൊള്ളാം. അതുകൊണ്ട് തന്നെ അസ്സിഹ്ഹത്തു, നിന്റെ ആരോഗ്യ സമയത്തെ ശ്രദ്ധിക്കണേ. വലിയ അനുഗ്രഹമാണ്. അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്നുണ്ട്, ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തത് വൽ ഫറാഗു, ഒഴിവുള്ള വേളകളാണ്. എല്ലാവർക്കും ഉണ്ടത്, എനിക്കുണ്ടത്, നിങ്ങൾക്കുണ്ട്. എല്ലാവരും പറയും നല്ല തിരക്കാണ്. ഒരു തിരക്കുമില്ല. അവനവന് ഒഴിവ് വെച്ചെന്ന സമയങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് ഓരോരുത്തരും അവരവരുടെ ഫേസ്ബുക്കും അവരവരുടെ വാട്സാപ്പും ഉപയോഗിച്ചതിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ സമയം തന്നെ എടുത്തു നോക്കി, നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നിലകൊണ്ട സമയവും എടുത്തു നോക്കി, രണ്ടും എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതായിരിക്കും. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാതെ ഇന്ന് ഒരാൾക്കും ജീവിതോപാധികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ തലങ്ങളിലും അവൻ എത്തിപ്പെടുകയാണ്. ലോകത്തെമ്പാട് നടക്കുന്ന സർവ്വകാര്യങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ വിരൽ തുമ്പുകളിലെത്തി കാര്യങ്ങൾ മുഴുവനും അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുന്ന നിലയിലേക്ക് അവന്റേതാകുന്ന സോഷ്യൽ മീഡിയയുടെ ലോകം വല്ലാതെ വിശാലമായി നിലകൊള്ളുന്ന ഈ കാലഘട്ടം. പക്ഷെ അതൊക്കെ വേണ്ട രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതേ മൊബൈൽ ഫോണിൽ തന്നെ ആപ്പ് സ്റ്റോർ വഴിയും ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് പ്ലേ സ്റ്റോർ വഴിയും ഒക്കെ ഖുർആൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. എത്ര പേരത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ യാത്രാമധ്യേ നമുക്ക് എത്ര പേർക്ക് ഖുർആൻ ഓതാം? അങ്ങനെ ഓതുന്നവരും ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ട്രെയിനിലും ബസ്സിലും എന്ന് വേണ്ട ഒഴിവുള്ളതാകുന്ന അവന്റെ സന്ദർഭങ്ങളിലുമൊക്കെ ഖുർആൻ ഓതുന്നവർ, മൗലിദ് പാരായണം ചെയ്യുന്നവർ, ദിക്ർ ചെല്ലുന്നവർ, മൊബൈൽ ഫോണിൽ അത്തരത്തിലുള്ള ആപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബദരിയത്ത് മുടങ്ങാതെ കൃത്യമായി ഓതി വരുന്ന എത്രയോ സാലിഹീങ്ങൾ അൽഹംദുലില്ലാ നമുക്കിടയിലുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. വളരെ ഫ്രീ ആയിട്ട് 5 പൈസ ആരോടും വാങ്ങാത്ത രീതിക്കുള്ള ആപ്പുകളുണ്ട്. കുറച്ച് നെറ്റ് വേണ്ടിവരും. വളരെ കുറഞ്ഞതാകുന്ന ജീവികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവന് സുഗമമായ നിലയിൽ അവനെന്ത് ചെയ്യാം, ഉടനെ MB ഉപയോഗിച്ചുകൊണ്ട് അവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഖുർആൻ പരിപൂർണമായി ഡൗൺലോഡ് ചെയ്യാം. എത്രയുണ്ട്? എന്നിട്ട് എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഏതായാലും എത്രയോ സിനിമാ പാട്ടുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്നു. ഏതെല്ലാം യൂട്യൂബ് ചാനൽ വരുന്നതാകുന്ന പാട്ടുകൾ, എത്രയോ അശ്ലീലതകൾ, അത് കേട്ടിട്ട് നമ്മുടെ സമയങ്ങളെ നമ്മൾ കൊന്നു തീർക്കുകയാണ്. നഊദു ബില്ലാഹ്. ഒഴിവുള്ള സമയങ്ങൾ നമ്മൾ ദിക്റിലായി കഴിച്ചുകൂട്ടി. ഒഴിവുള്ള സമയങ്ങൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ചരിത്രങ്ങൾ പഠിക്കാനും വിഷയങ്ങൾ മനസ്സിലാക്കാനും നമ്മുടേതാകുന്ന സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി യൂട്യൂബിലൂടെ എത്രയോ പ്രഭാഷണങ്ങൾ കേൾക്കാം, അറിവുകൾ സമ്പാദിക്കാം. ഇതൊരു പ്രഭാഷണം കേൾക്കും, 10 സിനിമ കാണും, 11 സിനിമ കാണും, ഒരു പ്രസംഗം കേൾക്കും. അതുകൊണ്ട് കാര്യം എന്താ? അവനെല്ലാം ആത്മീയത അണച്ചു പോവാണ്. ഇപ്പുറത്തെ ഭാഗത്ത് അവൻ കയറുമ്പോ വരാൻ പാടില്ല. ആത്മീയമാകുന്ന പ്രകാശം അണയ്ക്കുന്ന നിലയ്ക്കുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ പ്രകാശത്തെ പ്രഭ കൂട്ടിക്കൊണ്ടുവരണം. അതിനുവേണ്ടിയാകണം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
4 കാര്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി നൽകാതെ നാളെ മഹ്ശറയിൽ വെച്ച കാല് അനക്കാൻ സാധിക്കില്ല സ്വഹാബാ. لا تزال قدم عبد حتى يسأل عن 4 عن عمره فيما أفنى وعن شبابه فيما أبلى وعن ماله من أين اكتسبه وفيما أنفقا وماذا عمل فيما علما. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ 40. 4 കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ നാളെ മഹ്ശറയിലേക്ക് നീ വെച്ച കാല് ഒന്ന് മുമ്പോട്ടോ പിറകിലോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ അനക്കാൻ സാധിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ വന്നുകൊണ്ട് മലക്കുകൾ ചോദിക്കുമത്രേ. ഒന്നാമതായി മലക്കുകൾ ചോദിക്കുന്നത് അന്നുംരിഹി ഫീമാ ഫിനാ, നിനക്ക് 60 വയസ്സ് വരെ നാം നൽകിയില്ലയോ? നിനക്ക് നാം 40 വയസ്സ് വരെ നാം ജീവൻ നൽകിയില്ലയോ? നിനക്ക് നാം 90 വയസ്സ് വരെ ജീവൻ നൽകിയില്ലേ ഉമ്മാ? ആ ആയുസ്സിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നീ ചെയ്തു കൂട്ടിയത്? ഒന്ന് പറയൂ ഉമ്മാ, പറയൂ ഉപ്പാ. മറുപടി കൊടുക്കാതെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വെച്ചതാകുന്ന കാല് മഹ്ശറിയിലേക്ക് വെച്ച കാല് അനക്കാൻ സാധിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ ഒന്ന് ചിന്തിച്ചു നോക്കണേ, നിന്റെ ചെറുപ്പകാലഘട്ടം മുതൽ എത്ര നന്മകളാണ് നീ ചെയ്തിട്ടുള്ളത്? ഏതെല്ലാം തിന്മകൾക്കാണ് നീ വശീവതായി ചെയ്തിട്ടുള്ളത്? ഏതെല്ലാം തിന്മയാർന്ന നോട്ടങ്ങൾ നീ നോക്കിപ്പോയിട്ടുണ്ട്? എത്ര സിനിമകൾ കണ്ടുപോയി, എത്ര സീരിയലുകൾ ദർശിച്ചു പോയി, എത്രയെത്ര ഹറാമാകുന്ന ഗ്രൂപ്പുകളിലാണ് നീ ചേർന്നിട്ടുള്ളത്? ഏതെല്ലാം നിലയ്ക്കുള്ള മോശമാക്കപ്പെട്ട ഭാഷണമാണ് നടത്തിയിട്ടുള്ളത്? ആരെക്കുറിച്ചൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ അനാവശ്യമാകുന്ന സംസാരം നടത്തിയിട്ടുള്ളത്? ഏശനി പറഞ്ഞവനല്ലയോ? ഭീഷണിപ്പെടുത്തിയവനല്ലയോ? വർഗീയമാകുന്ന പരാമർശം നടത്തിക്കൊണ്ട് നടന്നവനല്ലയോ? അയൽപക്കക്കാരുമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നടന്നു നീങ്ങിയവരല്ലയോ? കല്ല് കുടിച്ചുകൊണ്ട് നടന്നവരല്ലയോ? വ്യഭിചരിച്ചുകൊണ്ട് നടന്നവനല്ലയോ? സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനല്ലയോ? നിന്നോടാണ് ചോദിക്കുന്നത്, നിന്റെ ഒരായുസ്സിൽ നീ ചെയ്തതാകുന്ന ഏതെല്ലാം നന്മകളുണ്ട്, ഏതെല്ലാം തിന്മകളുണ്ട്, ഏതെല്ലാം നിലയിലാണ് നിന്റെ ആയുസ്സിനെ നീ നശിപ്പിച്ചു കളഞ്ഞത്? ഒന്ന് പറയൂ സഹോദരാ, ഒന്ന് പറയൂ സഹോദരി. മറുപടി കൊടുക്കാതെ അനങ്ങാൻ സാധിക്കില്ല. തീർന്നില്ല. വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്, വലിശബാബിഹി ഫീമാ അബ്ലാ. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട്, കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലുള്ള വിചാരണയാണ് സാബ. വലിശബാബിഹി ഫീമാ അബ്ലാ. നിന്റെ ആയുസ്സിൽ നിന്ന് തന്നെ നിനക്ക് ഏറ്റവും ആരോഗ്യമുള്ള കാലഘട്ടമായിരുന്ന യുവത്വ കാലഘട്ടത്തിൽ, യുവകോമളനായിരുന്ന ചെറുപ്പക്കാരനായിരുന്ന ഘട്ടത്തിൽ, 15 to 30 വയസ്സുള്ളതാകുന്ന കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തു സഹോദരാ? നീ എന്ത് ചെയ്തു പെങ്ങളെ? ചോദിക്കുകയാണ്. കോളേജ് കുമാരന്മാരായി കുമാരിമാരുമായി അടിച്ചു പൊളിച്ചിരുന്ന കാലഘട്ടം. എത്രയെത്ര സിനിമകളാണ് തിയേറ്ററിൽ പോയി നീ കണ്ടു തീർത്തത്? എത്രയെത്ര പ്രണയങ്ങളാണ് നിനക്ക് മൊട്ടിട്ടുണ്ടായിരുന്നത്? എത്രയെത്ര അനാവശ്യമാകുന്ന ചാറ്റിങ്ങുകളാണ് നീ വാട്സാപ്പിലൂടെ ചെയ്തു തീർത്തത്? ഏതൊക്കെ സിനിമകളാണ് നീ ടെലഗ്രാമിലൂടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ടു തീർത്തത്? ഏതെല്ലാം സ്ഥലത്തേക്കാണ് നീ പോയത്? വാപ്പ അറിയാതെ ബീച്ചിലേക്ക് പോയില്ലേ? പ്രവാസിയാകുന്ന സഹോദരനെ കബളിപ്പിച്ചുകൊണ്ട് നീ വൈകുന്നേര സമയങ്ങളിൽ അന്യന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറിക്കൊണ്ട് നീ യാത്ര ചെയ്ത് കറങ്ങിയവളല്ലയോ? എത്രയെത്രതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുപോയി, എത്രയെത്ര ഹറാമാക്കപ്പെട്ട ചാറ്റിങ്ങുകൾ നടത്തുപോയി, എത്രയെത്ര ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകിപ്പോയി. ആരൊക്കെ ആയിട്ടാണ് നീ ശാരീരികമായി ബന്ധപ്പെട്ടത്? എല്ലാ പടച്ചറപ്പിനോട് പറയാതെ നിന്റെ വെച്ച കാല് അനക്കാൻ പറ്റൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, നിന്റെ യുവത്വ കാലഘട്ടത്തിനിടയിൽ എത്രയെത്ര തെറ്റുകളാണ് നീ ചെയ്തു പോയിട്ടുള്ളത്? ഏതെല്ലാം
ഹറാമായ രീതിയിലുള്ള ഭാഷണമാണ് നടത്തിയിട്ടുള്ളത്. എത്രയെത്ര ആലിമീങ്ങളെ നീ ചീത്ത വിളിച്ചവനാ, എത്രയെത്ര പരായ ഫസാദുമുള്ള ഗ്രൂപ്പുകളിൽ കയറിക്കൊണ്ട് ആളുകളെ രാഷ്ട്രീയപരമായി വൈദ്യം തീർത്തവനാണ്. നിന്റെ കൈവരകൾ സാക്ഷിയല്ലേ. ഏതെല്ലാം തലത്തിൽ സോഷ്യൽ മീഡിയ നീ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടുകൊണ്ടിരുന്നവനല്ലേ. നിന്റെ കണ്ണതിന് സാക്ഷിപത്രമല്ലേ. നിന്റെ കാത് ഹറാമ് കേട്ടതിന് സാക്ഷിപത്രമല്ലേ. നിന്റെ കൈകൾ ഹറാമ് പിടിച്ചതിന് സാക്ഷിയല്ലേ. നിന്റെ കാലുകൊണ്ട് ഹറാമായ തീരത്തേക്ക് നീ നടന്നു നീങ്ങിയവനല്ലേ. നിനക്ക് വിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. നിനക്ക് തൊട്ടടുത്ത പള്ളികളിൽ ആലിമീങ്ങൾ വാഴ്ന്നു നിനക്ക് പറഞ്ഞു തന്നിരുന്നു. ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. മരണാനന്തര ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയിരുന്നു. മഹ്ശറയെ പറ്റി നിനക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ഒന്നും നിനക്ക് കേൾക്കാൻ സമയമില്ല. നിന്റെ കൂട്ടുകാരുടെ പുറകെ നീ നടന്നവനാണ്. ഇന്ന് നീ കൈകടിക്കുകയാണ്. വനിശബാബിഹി ഫീമാ അബ്ലാ. അവന്റെ യുവത്വ കാലഘട്ടത്തെ പറ്റി എടുത്ത് ചോദിക്കുകയാണ്. നിന്റെ യുവത്വ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തടാ പെങ്ങളെ, നീ എന്ത് ചെയ്തടി? മറുപടി പറയാതെ വെച്ച കാല് മഹ്ശറയിൽ നനക്കാൻ പറ്റൂലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. വഅൻമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്തിനെ പറ്റി അല്ലാഹു ചോദിക്കുകയാണ്. അഹങ്കാരിയായ മനുഷ്യനായി നീ ഒരു കൂട്ടിവെച്ചതാകുന്ന സമ്പത്ത് അതെവിടുന്നാണടാ? കുഴൽപ്പണത്തിന്റെ ബിസിനസ് നടത്തിയവനല്ലേ. ഹറാമായ രീതിയിൽ നീ സമ്പാദിച്ചവനല്ലേ. ഹറാമു ഭുജിച്ചുകൊണ്ട് നടന്നവനല്ലേ. അന്യന്റെ മുതൽ അപഹരിച്ചുകൊണ്ട് നടന്നവനല്ലേ. അവന്റെ സമ്പത്ത് അനർഹമായ നിലയിൽ കൈവശപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചവനല്ലേ. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചുകൊണ്ട് ജീവിച്ചവനല്ലേ. ഹറാമായ രീതിയിൽ ഭാഷണം നടത്തിയവരെ, ഭക്ഷണം കഴിച്ചവരെ, ഭുജിച്ചവരെ, അത് കുടിച്ചവരെ, അത് മറ്റുള്ളവർക്ക് കുടിപ്പിച്ചവരെ. നിന്റെ സമ്പത്ത് ഹറാമാണ്. നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം ഹറാമാണ്. നീ ചെലവഴിച്ച മേഖലകൾ എവിടെയാണ്? നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യത്തെ മാത്രമല്ല, ആ സമ്പാദ്യം ഏതൊക്കെ മേഖലകളിൽ ചെലവഴിച്ചു, ഏതൊക്കെ സിനിമാക്കാർക്ക് നീ നൽകി, ഏതൊക്കെ സിനിമാ നടന്മാർക്ക് നൽകി, ഏതൊക്കെ സീരിയൽ നടിമാർക്ക് കൊടുത്തു, ഏതൊക്കെ പടം പിടിക്കാൻ കൊടുത്തു, ഏതൊക്കെ പടം നിർമ്മിക്കാൻ വേണ്ടി നീ ചെലവഴിച്ചു, ഏതൊക്കെ ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു, ഏത് മുത്തഅല്ലിമിന് കൊടുത്തു, ഏത് ആലിമിന് കൊടുത്തു, ഏത് ദീനീ സ്ഥാപനത്തിന് കൊടുത്തു, ഏത് യതീംഖാനയ്ക്ക് കൊടുത്തു, എല്ലാം പടച്ചറപ്പ് നിന്നോട് ചോദിക്കുന്നതാണ്. എവിടെയാണ് നീ സമ്പത്ത് ചെലവഴിച്ചത് എന്നും മറുപടി നൽകാതെ നാളെ നിനക്ക് അനങ്ങാൻ പറ്റൂലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോഴാണ് നീ സിനിമാ തിയേറ്ററിൽ കൊടുത്ത കാര്യം ഓർക്കുന്നത്. അപ്പോഴാണ് നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമൊത്തിച്ച് ബീച്ച് റോഡുകളിൽ പോയി ഉല്ലസിച്ചത് ഓർക്കുന്നത്. അപ്പോഴാണ് ഹറാമായ മേഖലകളിലേക്ക് നിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും നീ ചെലവഴിച്ചത് ഓർക്കുന്നത്. ദുബൈയിലെ റഷീദുകളിൽ പോയിരുന്നുകൊണ്ട് നിന്റെ ശരീരത്തെ അന്യപ്പെണ്ണുമായി ഇഴ ചേർത്തിട്ട് നീ അപ്പോഴാണ് ഓർക്കുന്നത്. നഊദു ബില്ലാഹ്, എല്ലാം നിന്നോട് പറയിപ്പിക്കാതെ അനങ്ങാൻ പറ്റൂലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. നാലാമത്തെ ചോദ്യം ഇതാണ്, വമാദാ അമില ഫീമാ അലിമാ. നീ അറിവുള്ളവനായിരുന്നില്ലേ? നീ ഒരു ഉത്തരേന്ത്യൻ ജനത വിഭാഗമായിരുന്നില്ല. നീ കേരളക്കാരനായിരുന്നു. നീ സമുന്നതനാകുന്ന പണ്ഡിത നേതൃത്വത്തിന്റെ മഹിമ വിപേറി ജീവിക്കുന്നവനായിരുന്നു. ഉടുങ്ങക്കാട് മക്കാമിൽ കിടക്കുന്ന മഹാനുഭാവന്റെ ചൂടേറ്റി ജീവിച്ചവനായിരുന്നു. കിഴക്കോത്ത് മക്കാമിന്റെ അന്ത്യവിശ്രമം ചെയ്യുന്ന മഹാന്മാരുടെ പൊരുത്തം കിട്ടിയതാകുന്ന വ്യക്തിത്വമായിരുന്നു. ബഹുമാനപ്പെട്ട CM വലിയുള്ള അന്ത്യവിശ്രമം ചെയ്യുന്ന നാട്ടുകാരനായിരുന്നു. ബഹുമാനപ്പെട്ട
ശംസുലുലമയുടെ ചാരത്ത് നിനക്കടങ്ങാനുള്ള അവസരം നിനക്കുണ്ടായിരുന്നു. ഇടിയങ്ങരയിൽ അന്തിവിശ്രമം ചെയ്യുന്ന മഹാന്മാരുടെ പൊരുത്തം നിനക്കുണ്ടായിരുന്നു. ഒരുപാട് ജിഫ്രി തങ്ങന്മാർ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന കുച്ചിച്ചിറയുടെ മഹോന്നത കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട മണ്ണായിരുന്നു. ഔലിയാക്കളുടെ പാദസ്പർശനമേറ്റ മഹത്തുക്കളാകുന്ന ഒരുപാട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരുടെ പൊരുത്തം കിട്ടിയതാകുന്ന നാട്ടുകാരനായിട്ട് പോലും എന്തേ നീ ഈ രീതിയിലായി പോയത്? ഒരുപാട് മഹാന്മാർ, ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് ആലിമീങ്ങൾ, സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നിനക്ക് വേണ്ടി, നിന്റെ നാടിന് വേണ്ടി ആത്മീയമാകുന്ന പ്രകാശനം നടത്താൻ അവരൊക്കെ പരിശ്രമിക്കുകയും അവരുടെയൊക്കെ ശിഷ്യഗണങ്ങളായി നിങ്ങൾ മാറുകയും ഖുർആൻ നല്ലതുപോലെ പഠിക്കുകയും എഴുതുകയും വായിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കാൻ അവകാശമുള്ളതായ വ്യക്തിത്വങ്ങളായി മദ്രസയിൽ നിന്ന് സിലബസ് മുഖേന വ്യക്തമായി പഠിച്ചവരായിരുന്നിട്ട് പോലും എന്തേ നീ പിഴച്ചുപോയത്? എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്ത അവരെ എന്ന് നിന്നോട് ചോദിക്കുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ നിസ്കാരങ്ങൾ കണക്കെടുക്കുകയാണ്, നിന്റെ നോമ്പുകൾ കണക്കെടുക്കുകയാണ്, നീ കൊടുത്തു വീട്ടിയ സക്കാത്തുകൾ കണക്കെടുക്കുകയാണ്, നീ ചെയ്ത ഹജ്ജ് എടുത്ത് സ്വീകാര്യപ്രദമാണോ എന്ന് നോക്കുകയാണ്, നീ പലിശയുമായി ബന്ധപ്പെട്ടവനാണോ എന്ന് നോക്കുകയാണ്, നീ കല്ലുകുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്, നീ ലഹരി നുണഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്, നീ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്, നീ സീരിയൽ ദർശിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നിന്റെ കണ്ണുകൊണ്ട് ഹറാമായ ഒരു നോട്ടം നീ അന്യ പെണ്ണിലേക്ക്, ഒരു അന്യ പുരുഷനിലേക്ക് നോക്കിയിട്ടുണ്ടോ എന്ന് കണക്കെടുക്കുകയാണ്. നിന്റെ കാതുകൊണ്ട് ഹറാമ് കേട്ടിട്ടുണ്ടോ എന്ന് കണക്കെടുക്കുകയാണ്. നിന്റെ കൈവരകൾ കൊണ്ട് ഹറാമ് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നിന്റെ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നിന്റെ ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. എന്ന് വേണ്ട നിന്റെ ഇമ വെട്ടിയതാകുന്ന സന്ദർഭങ്ങൾ പോലും പോലും പടച്ചറപ്പിന്റെ മുന്നിൽ പരിപൂർണമായി ചർച്ച ചെയ്തിട്ടല്ലാതെ നിനക്കനങ്ങാ പറ്റൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ 4 കാര്യങ്ങൾക്ക് മറുപടി തേടലാണ് ഈ ദുന്യവിയായ ജീവിതമെന്നറിയണേ. 60 വയസ്സുള്ളവർ മുന്നിലില്ലേ, 40 കഴിഞ്ഞവരില്ലേ, 90 എത്തി നിൽക്കുന്നവരില്ലേ? പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ. എന്തേ കാരണം? നിസ്സാരമല്ല മഹ്ശർ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വയൗമ യഉല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ യാ വൈലതാ യാ വൈലതാ ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذا جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനകോടികൾ നിൽക്കുമ്പോ കോഴിക്കോടുള്ളതാകുന്ന മഹല്ലത്തിന്റെ സാരഥികൾ അവിടെ വന്ന് നിലകൊള്ളുകയാണ്. ഈ നാട്ടിൽ വാഴ കേട്ടിട്ടുള്ളവരും ദൂരദിക്കുകളിൽ നിന്നുകൊണ്ട് ശ്രമിക്കുന്നവരും ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്നതാകുന്ന ആയിരങ്ങളും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നുകൊണ്ട് നിൽക്കുമ്പോ അതാ വയൗമ യഅല്ലാലിമു അലാ ഈ ദുനിയാവിൽ സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും ഹറാമ് ഭുജിച്ചും ഹറാമിലൂടെ നോക്കിക്കൊണ്ടും നടന്നവർ, അശ്ലീലമാക്കപ്പെട്ട റിയാലിറ്റി ഷോകളുടെ നേതൃത്വങ്ങളുടെ പിറകെ നടന്നുകൊണ്ട് യാത്ര തിരിച്ചവർ, മോശമാക്കപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ
ഗ്രാമങ്ങളെ തള്ളി നീർത്തവർ തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ വാട്സാപ്പിലൂടെ വീഡിയോകളായി സെൻഡ് ചെയ്ത് തീർത്തവർ എല്ലാവരും കൈകടിക്കുകയാണ്. ഈ ദുനിയാവിൽ പടച്ചറപ്പിന് നന്ദി പ്രകാശിപ്പിക്കാതെ, സുഹൃതം അനുഷ്ഠിക്കാതെ, ഇബാദത്തുകൾ ചെയ്യാതെ, സുഹൃതങ്ങൾ ചെയ്യാതെ, സാലിഹാകേണ്ട പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി ശ്രദ്ധ കൊടുക്കാതെ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോയവരെ, കാതുകൊണ്ടുപോയവരെ, ഹൃദയം കൊണ്ട് മലീമസമാക്കിയവരെ അവർ കൈകടിക്കുകയാണ്. അല്ലാഹുവിന്റെ ദർബാറിൽ മഹ്ശറിൽ വെച്ചുകൊണ്ട് കത്തിച്ചലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കാണുമ്പോ, കത്തിയാളെന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ, സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകളെ നേർക്ക് നേരെ കാണുമ്പോ, മഹ്ശറിയുടെ ഭീതിതരമാകുന്ന രംഗം കാണുമ്പോ, അവരുടെ വിരലുകൾ കടിച്ചു പിടിച്ചുകൊണ്ടവർ പറയുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, ഇന്നാലിന്ന മനുഷ്യനെ കൂട്ടുകാരനാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ഇന്നാലിന്ന മനുഷ്യനെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ഇന്നാലിന്ന പെണ്ണിനെ കൂട്ടുകാരിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. അവനാണ് എന്നെ പിഴപ്പിച്ചത്, അവനാണ് എന്നെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്, അവനാണ് എന്നെ കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോയത്, അവനാണ് എന്നെ അശ്ലീലമാക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. പടച്ചറപ്പേ, എന്നെ ഡൽഹിയുടെ റെസീറ്റ് പരിചയപ്പെടുത്തിയത് അവനാണ്. എന്റെ കൂട്ടുകാരിയാണ് എനിക്ക് സിനിമ കാസറ്റ് കൈമാറിയത്, അവളാണ് എന്നെ നശിപ്പിച്ചത് അല്ലാ. ഇന്ന് കൂട്ടുകാരനെ നോക്കുന്നു, നീയുമായി പ്രണയത്തിലാണെന്ന് തോന്നുന്നു, ഒന്ന് നോക്ക് പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് അവനുമായി ചങ്ങാത്തം പുൽകിച്ചത് ഇന്ന പെണ്ണാണ് അല്ലാ. അവളെ ചങ്ങാത്തം പുൽകിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. എനിക്ക് വലിയ നാശമായി പോയി, എനിക്ക് വലിയ ദുരഹമായി പോയി. കാരണം നരകത്തിന്റെ വിറകൊള്ളിയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ لقد أضلني عن الذكر بعد إذ جاءني. എനിക്കൊരുപാട് വാഴ് പറഞ്ഞതാകുന്ന ഉസ്താദുമാരുണ്ടായിരുന്നു. എന്റെ മഹല്ലത്തിൽ എത്രയോ വാഴുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ വാഴിന്റെ സദസ്സുകളിലൊക്കെ ഞാൻ പോയവളാണ്, ആ വാഴിന്റെ സദസ്സുകളിലൊക്കെ ഞാൻ ചെന്നവനാണ്. ഖുർആൻ കേട്ടവനാണ്, ഹദീസ് കേട്ടവനാണ്, കിതാബിന്റെ ഉദ്ധരണികൾ പഠിച്ചവനാണ്, എല്ലാം മനസ്സിലാക്കിയവനാണ്. ഇതാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞവനാണ്. പക്ഷേ ആ വാഴ് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ എന്നെ പിഴപ്പിക്കാൻ വേണ്ടി ഇന്ന കൂട്ടുകാരൻ എന്റെ അടുക്കലേക്ക് വന്നു. ഇന്ന കൂട്ടുകാരി ഞാനുമായി ചങ്ങാത്തം നൽകി, അവൾ എനിക്ക് ഹറാമ് പഠിപ്പിച്ചു നൽകി, അവൾ എന്നെ അനാവശ്യ ലോകത്തേക്ക് കൊണ്ടുപോയി. എന്റെ ജീവിതത്തിന്റെ താങ്ങും തണലും അവളുമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഖുർആനിന് ഞാൻ വിധിവിലക്കുകളെ മാനിക്കാതെ, ഖുർആനിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തി, ഖുർആനിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു നിൽക്കാതെ ഹറാമിന്റെ മേഖലകളിലേക്ക് ഞാൻ തിരിഞ്ഞു നിന്നു. എന്റെ ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചില്ല. മോശമായ തലത്തിലേക്ക് ഞാൻ എന്റെ നാവ് കൊണ്ടുപോയി. ഫനായും ഫസാദും ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചു. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചു. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ നിസ്കരിക്കാൻ ജമാഅത്തിന് ഞാൻ പോകാതായി, ജുമുഅക്ക് ഞാൻ പോകാതായി. വലിയ വലിയ മാരികൾ കൊണ്ട് പടച്ചറവ് പരീക്ഷിക്കുമ്പോഴും ഞാൻ അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കാതെ ഹറാമ് പ്രവർത്തിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. അല്ലാഹുവേ, വലിയ നാശമായി പോയ അല്ലാ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ വന്നതിന് ശേഷം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ ഞാൻ നിലകൊള്ളാനുള്ള കാരണമൊക്കെ ഈ കൂട്ടുകാരികളാ, ഈ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വിലപിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ.
വിലപിച്ചിട്ട് കാര്യമില്ല. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നീ നിന്റെ കൂട്ടുകാരനെയും കൂട്ടുകാരിയും സെലക്ട് ചെയ്യണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അൽ അഖ്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദൂ. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ചില കൂട്ടുകാർ മറ്റു ചില കൂട്ടുകാർക്ക് ശത്രുക്കളായി മാറുമേ. അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നിന്റെ കൂട്ടുകാരൻ യഥാർത്ഥ കൂട്ടുകാരനാണോ എന്ന് ചിന്തിക്കണേ. നിന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനാണോ? നിന്നെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് കളിപ്പിക്കുന്ന കൂട്ടുകാരനാണോ? നിന്നെ ഖുർആൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനാണോ? നിന്നെ നോമ്പിനെ കുറിച്ച് ഉണർത്തുന്ന കൂട്ടുകാരനാണോ? അടുത്ത വർഷം നമുക്കൊരുമിച്ച് ഹജ്ജ് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരനാണോ? ആത്മീയമാകുന്ന മജ്‌ലിസിലേക്ക് നിന്നെ ക്ഷണിച്ചുകൊണ്ടു പോകുന്ന കൂട്ടുകാരനാണോ? ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ സമ്പത്തിൽ നിന്നൊരൽപ്പം കൂടി ദീനിനു വേണ്ടി കൊടുക്കാൻ വേണ്ടി നിന്നോട് താല്പര്യം വെപ്പിക്കുന്ന കൂട്ടുകാരനാണോ? ഈ രീതിയിൽ ആത്മീയമാകുന്ന ഉയർച്ച നിന്റെ ജീവിതത്തിൽ നൽകാത്ത കൂട്ടുകാരനാണ് എങ്കിൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം നീ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖാലി ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله خلي خلة الخذلان ഖല്ലീനി ഒഴിവാക്കണം. ഖല്ലി എന്ന സഹോദര ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരുമായിട്ടുള്ള സഹവാസത്തെ ഖൗഫൽ ഖാതിമ ആഖിറത്തിന്റെ ലോകത്തെ ഭയപ്പെട്ടതിന്റെ പേരിൽ നാളെ എനിക്ക് ആഖിറം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് ഈ ദുനിയാവിൽ നിനക്ക് മോശപ്പെട്ട കൂട്ടുകാരനാണ് എങ്കിൽ അവനെ പാടെ ഒഴിവാക്കൽ നിർബന്ധമാണ്. എന്നിട്ട് ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ എല്ലാം മ്ലേച്ഛമാക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും ഒഴിവായ നല്ല സുഹൃതങ്ങളിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന, നിന്നെ ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തുകളിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന, നിന്റെ കച്ചവടത്തിൽ ഹലായ രീതിയിൽ ബിസിനസ് നടത്താൻ നിനക്ക് സഹായിയാകുന്ന കൂട്ടുകാരൻ, നിന്നെ ദീനിലേക്ക് അടുപ്പിക്കുന്ന കൂട്ടുകാരൻ, പെങ്ങളെ നിന്നെ ദീനീ ബോധത്തിലേക്കും മതബോധത്തിലേക്കും മതനിഷ്ഠയിലേക്കും കൊണ്ടെത്തിക്കുന്ന കൂട്ടുകാരികൾ ഏതാണോ അതിനെ നീ തിരഞ്ഞെടുക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഹബീബ് റസൂലുള്ളാഹി അതിലൂടെയാണ് എല്ലാം റെഡിയാകുന്നത്. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ, വിവാഹം അന്വേഷിക്കുമ്പോൾ അവനെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാൽ മതി. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. ഒരു മനുഷ്യനെ പറ്റിയല്ല നീ ചോദിക്കേണ്ടത്, അവന്റെ കൂട്ടുകാരനാണെന്ന് തിരക്കിയാൽ മതി. അവൻ ആരുമായിട്ടാ കണക്ഷൻ, അല്ലെങ്കിൽ അവൾ ആരുമായിട്ടാണ് കണക്ഷൻ മനസ്സിലാക്കി. ഇന്ന പെണ്ണായിട്ടാണ്, ആ പെണ്ണെങ്ങനത്തെയാണെന്ന് നോക്കിയാൽ ഓക്കെ. ആണ് പണ്ട് കാലം മുതലേ അതിന് യാതൊരു മാറ്റവും. ഇന്നും അങ്ങനെ തന്നെ. കൂട്ടുകാരില്ലാത്തവരെ പറ്റിയുള്ള ആശങ്കയോടുണ്ട്. കൂട്ടുകാരുണ്ട് എങ്കിൽ അവൻ ഏത് ടൈപ്പാണെന്ന് നോക്കിയാൽ മതി, അവന് ആ സ്വഭാവം ഉണ്ടാവും, ഉറപ്പാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന കൂട്ടുകാരെ നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാലിഹായ കൂട്ടുകാരെ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സാലിഹായ കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൽകിയിട്ടുള്ള കൂട്ടുകാരെ അല്ലാഹു സാലിഹീങ്ങളിൽ ചേർക്കുമാറാവട്ടെ. നമ്മളെയും അല്ലാഹു സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം അല്ലാഹു സാലിഹീങ്ങളിലും സാലിഹാത്തുകളിൽ ചേർത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.